ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയ സെൻറ്റൻസസ് നോക്കാം കേട്ടോ. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സെൻറ്റൻസ്, നീ എപ്പോഴാണ് പുറപ്പെടുന്നത്? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം. നീ എപ്പോഴാണ് പുറപ്പെടുന്നത്? എപ്പോൾ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ when എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ when do you leave? when do you leave എന്ന് വെച്ചാൽ എന്താണ്? നീ എപ്പോഴാണ് പുറപ്പെടുന്നത്? when do you leave? ഓക്കെ, നെക്സ്റ്റ്, എൻ്റെ ഫോൺ പ്രവർത്തനരഹിതമാണ് എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പറയാം? മൈ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ്. മൈ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറയാം കേട്ടോ. ഇന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് there is something wrong with my phone എന്ന് പറയാട്ടോ. there is something wrong with my phone. എൻ്റെ ഫോൺ എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് വാക്കിട്ട് കേട്ടോ. നെക്സ്റ്റ്, അവനൊന്നും പറയാനുള്ള അവസ്ഥയിലല്ല. അപ്പൊ നമ്മൾ ഒരാളെ സന്ദർശിച്ചിട്ട് നമ്മൾ പറയും അവനൊന്നും പറയാനുള്ള ഒരു അവസ്ഥയിലായിട്ടില്ല എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം? ഓക്കെ, ഹി ഈസ് നോട്ട് വേണല്ലേ, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹി ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ. He is not in a condition. അവൻ ഒരു അവസ്ഥയിലല്ല. എങ്ങനെയുള്ള അവസ്ഥയിൽ? ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ല എന്നല്ലേ. അപ്പോൾ he is not in a condition to say anything. To say anything. anything. To say anything എന്ന് വെച്ചാൽ ഒന്നും പറയാനുള്ള. ഓക്കെ, അപ്പോൾ he is not in a condition to say anything. അവനൊന്നും പറയാനുള്ള അവസ്ഥയിലല്ല കേട്ടോ. ഞാൻ ഇന്ന് വീട് വിട്ട് എവിടെയും പോയിട്ട് പോലുമില്ല. ഞാൻ ഇന്ന് വീട് വിട്ട് എവിടെയും പോയിട്ട് പോലുമില്ല. ഇതെങ്ങനെ പറയാം? ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് I didn't എന്നല്ലേ പറയാം. I didn't പോലും എന്നുള്ള അർത്ഥത്തിന് even. I didn't even leave the house. I didn't leave the house today. I didn't even leave the house today. ഞാൻ ഇന്ന് വീട് വിട്ട് പുറത്ത് എവിടെയും പോയിട്ട് പോലുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. ഇതെങ്ങനെ പറയാം? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. I have told you. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. I have told you. എന്താ പറഞ്ഞത്? വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. ഇങ്ങനെ പറയാൻ not to step out. not to step out എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. I have told you not to step out. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങരുത് എന്ന്. I have told you not to step out. ക്ലിയർ ആയല്ലോ? നീ മുകളിലേക്ക് വരുന്നുണ്ടോ? എങ്ങനെ നമുക്ക് പറയാം? അപ്പൊ മുകളിൽ നിന്നിട്ട് നമ്മൾ താഴെയുള്ള ഒരാളോട് ചോദിക്കണം നീ മുകളിലേക്ക് വരുന്നുണ്ടോ? എങ്ങനെ നമുക്ക് ചോദിക്കാന്നറിയാം? ആയു, നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ആയു മുകളിലേക്ക് വരുന്നുണ്ടോ? കമ്മിങ്, വരാ എന്നുള്ളതിന് കമ്മിങ്. മുകളിലേക്ക് അപ്പ്. ആയു കമ്മിങ് അപ്പ്. ആയു കമ്മിങ് അപ്പ്. നീ മുകളിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് നിന്റെ ചാർജർ ഉപയോഗിക്കാമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്? ചെയ്യാമോ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാമോ എങ്ങനെ പറയാം? ക്യാൻ ഐ യൂസ്. എനിക്ക് ഉപയോഗിക്കാമോ എന്ത്? നിന്റെ ചാർജർ. ഓക്കെ, ക്യാൻ ഐ യൂസ് യുവർ ചാർജർ. Can I use your charger? ഞാൻ നിന്റെ ചാർജർ ഉപയോഗിച്ചോട്ടെ. ഇത് ഉപയോഗിച്ചോട്ടെ എന്നാണല്ലേ, ഒരു അനുവാദം ചോദിക്കലാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മേ വെച്ചിട്ട് വേണം പറയാനായിട്ട് അല്ലേ. മേ ഐ ഞാൻ ചെയ്തോട്ടെ. മേ ഐ യൂസ് യുവർ ചാർജർ. ഞാൻ നിന്റെ ചാർജർ ഉപയോഗിച്ചോട്ടെ എന്നാട്ടോ. മേ ഐ യൂസ് യുവർ ചാർജർ. അപ്പൊ ക്യാൻ വെച്ചിട്ട് ചോദിക്കുമ്പോൾ എന്താണ്? എനിക്ക് ചെയ്യാമോ, എനിക്ക് പറ്റുമോ, എനിക്ക് കഴിയോ എന്നൊക്കെയാണ് കേട്ടോ. മേ വെച്ചിട്ട് ചോദിക്കുമ്പോഴോ ചെയ്തോട്ടെ എന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സെന്റൻസ്, നീ അവളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതെങ്ങനെ നമുക്ക് പറയാം? നീ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് യു ഹാവ് ടു എന്നാട്ടോ. യു ഹാവ് ടു എന്ന് വെച്ചാൽ എന്താണ്? നീ ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യാന്നാണ്? ബോധ്യപ്പെടുത്തുക. യു ഹാവ് ടു കൺവിൻസ് എന്നാണ് പറയാട്ടോ. അപ്പൊ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് കൺവിൻസ്. അവളെ യു ഹാവ് ടു കൺവിൻസ് നീ അവളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നീ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ്, ഞാൻ ഇപ്പോഴും ഒരല്പം ആശയക്കുഴപ്പത്തിലാണ്. ആശയക്കുഴപ്പത്തിലാന്ന് പറയുന്നത് എന്താ? കൺഫ്യൂസ്ഡ് ആണെന്നല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം? ഐ ആം സ്റ്റിൽ. ഇപ്പോഴും എന്ന് പറയാനായിട്ട് ഐ ആം സ്റ്റിൽ a little confused.
ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഐ എം സ്റ്റിൽ എ ലിറ്റിൽ കൺഫ്യൂസ്ഡ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരല്പം ആശയക്കുഴപ്പത്തിലാണ്. ദെൻ അവൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അവൾ അനുവദിച്ചില്ല എന്നാണ് കേട്ടോ. അതായത് പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അവൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പിന്നെ പറയാം ഷീ ഡിഡ് ലെറ്റ്. അവൾ എന്നെ അനുവദിച്ചില്ല. ഷീ ഡിഡ് ലെറ്റ് മീ. എന്തിനാ അനുവദിക്കാത്തത്? സംസാരിക്കാൻ. അപ്പൊ സ്പീക്ക്. ഷീ ഡിഡ് ലെറ്റ് മീ സ്പീക്ക്. ഷീ ഡിഡ് ലെറ്റ് മീ സ്പീക്ക്. അവൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അവൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഇതെന്താണ്? ഇപ്പം അവൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. മുമ്പ് പറഞ്ഞതോ പാസ്റ്റ് ആണ് കേട്ടോ. ഇത് അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്, ഇത് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ഫോമിലാണ് പറയുന്നത് കേട്ടോ. ഷീ ഈസ് നോട്ട് ലെറ്റിംഗ് മീ സ്പീക്ക്. ഷീ ഈസ് നോട്ട് ലെറ്റിംഗ് മീ സ്പീക്ക്. അവൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മനസ്സിലായല്ലോ? ലാസ്റ്റ് ഒരു 2 സെന്റൻസ്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഇതെങ്ങനെ പറയാം? എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം. എന്തിനെ? വിശദീകരിക്കാൻ. ടു എക്സ്പ്ലെയിൻ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ. നെക്സ്റ്റ്, പുറത്ത് മഴ പെയ്യുകയാണോ? ആണോ എന്ന് ചോദിക്കാം. ഈസ് ഇറ്റ് റെയിനിങ് outside? Is it raining outside? പുറത്ത് മഴ പെയ്യുകയാണോ? Is it raining outside? ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളൊരു 15ഓളം സെന്റൻസസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ എല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള സെന്റൻസുകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ടുള്ള സെന്റൻസുകളാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മൈൻഡിൽ കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നിങ്ങളത് നിങ്ങളുടെ ടോക്കിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് മറന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങളത് കോൺവെർസേഷനിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, take care. Bye.